ഒളിച്ചോടിപ്പോയി. മാസാമാസം പൈസ അയച്ചു കൊടുക്കുന്നുണ്ട്, ഫോൺ വിളിക്കുന്നുണ്ട്. ഒളിച്ചോടി പോകുമ്പോ സ്വർണം കൂടെ എടുത്തോണ്ടാണ് ഈ മഹതി ഈ മൊബൈൽ ഷോപ്പ്. ഒരു പെണ്ണ് ഒരു ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ട് പോണോന്നുണ്ടെങ്കിൽ ഇയാൾ പറയുന്നത് ഞങ്ങൾക്ക് തമ്മിൽ യാതൊരു പ്രശ്നവും ഇല്ല എന്നാണ് പറയുന്നത്. ഒരിക്കലും നല്ല പോലെ സ്നേഹം കൊടുക്കുന്ന അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും നോക്കി നടക്കുന്ന ഒരു ഭർത്താവിൽ നിന്ന് ഒരു പെണ്ണും ഒരിക്കലും പോവാൻ ഇതാവില്ല. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. കോഴിക്കോട് ബാലുശ്ശേരിയിൽ സ്വന്തം പ്രവാസിയായ ഭർത്താവിനെ ചതിച്ചുകൊണ്ട് വേറെ 3 മക്കളുള്ള കാമുകനോടൊപ്പം ഒളിച്ചോടിപ്പോയ സഹലയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്തായാലും ഒരു മാനസിക വിഭ്രാന്തിയൊക്കെ ഇളവിയിരിക്കുന്ന സമയമായിരിക്കും. കാരണം നാട്ടുകാർ മൊത്തം പൂരത്തെറിവിളിയാണ്. ഓക്കെ, പൂരത്തെറിവിളി എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂരത്തെറിവിളി. ഇവളെ പോലത്തെ കഴിപ്പണം കെട്ടതിനൊന്നും ഇനി ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യില്ല. കല്ലെറിഞ്ഞ് ഓട്ടിക്കുന്നതിന് തുല്യമാണ്. കണ്ണീ കണ്ടാൽ ചിലപ്പോൾ കല്ലെടുത്തെറിയും. ആ സെറ്റപ്പിലായി മാറിയിട്ടുണ്ട്. അത്രയ്ക്ക് ജനങ്ങൾ വെറുത്തു. എന്നാൽ ഇവളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ. അത് ചിലപ്പോൾ ഇതുപോലത്തെ മൈൻഡ് സെറ്റ് മൂടൊക്കെ ഉള്ളവരായിരിക്കും. ഓക്കെ, അങ്ങനത്തെ മൂടുള്ളവർ ചിലപ്പോൾ ഇവളെയൊക്കെ സപ്പോർട്ട് ചെയ്യും. അല്ലാത്തവർ സാധാരണ ഉള്ള ആൾക്കാർ എന്തായാലും സപ്പോർട്ട് ചെയ്യാൻ പോകുന്നില്ല. ജെന്യൂനായിട്ടുള്ള കുറച്ച് വ്യക്തിത്വം ഒക്കെ ഉള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് കൊടുക്കാനും മറക്കണ്ട. ഈ സഹല എന്ന് പറയുന്ന പെൺകുട്ടിയെ അവളെ വെറുക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക, എണ്ണത്തിലൂടെ അറിയട്ടെ. ഓക്കെ, അപ്പം ഞാൻ ആദ്യം ഒരു വോയിസ് കൊടുക്കാം. ഈ വോയിസിൽ ഈ ലേഡി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതിലോട്ട് നമുക്ക് പറയാം. എനിക്ക് അത് കണ്ടപ്പോഴാണ് ഈ 2 വള്ളത്തിൽ ചവിട്ടി നിന്ന് കളിക്കത്തില്ല, ആ ഒരു കളി കളിക്കുന്ന ടീംസാണ് അത്. എവിടെയൊക്കെ എന്തൊക്കെയോ എന്നുള്ള സെറ്റപ്പിൽ കുണച്ചവധികാരം പറയുന്ന കുറച്ച് ടീംസ് ഉണ്ട്. ഉള്ള കാര്യം പറയാമല്ലോ, എനിക്ക് പുച്ഛമാണ് തോന്നിയത്. ഇതുപോലുള്ള അപരാധികളെ അങ്ങനെ തന്നെ പറയേണ്ടി വരും. അങ്ങനെ തന്നെയാണ് ഇവളെയൊക്കെ 10 പറയാണ്ട് ഇവക്ക് വേറൊരു സൈഡ് ഉണ്ടാവും എന്നുള്ള രീതിയിൽ പോലെ സംസാരിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് പുച്ഛമാണ് തോന്നിയത്. ഞാനൊരു കാര്യം പറയാം. ഇപ്പൊ ഈ സഹലയ്ക്ക് പ്രവാസിയായ തൻ്റെ ഭർത്താവിനോടൊപ്പം ജീവിക്കാൻ താല്പര്യമില്ലെങ്കിൽ ഉറപ്പായിട്ട് നിയമപരമായിട്ട് ഡിവോഴ്സ് വാങ്ങിയതിനു ശേഷം അവൾക്ക് അവൻ്റെ കൂടെ അറിഞ്ഞു തുള്ളാൻ പോകാമായിരുന്നു. ഇനി അവൾ പോയ വേറൊരു കുടുംബവും തകർത്തും കൊണ്ട് അവിടെ അവന് വേറെ ഭാര്യയും മക്കളും ഉണ്ട്. ഓക്കെ, സ്വന്തം ഭാര്യയും മക്കളെ നോക്കാത്തവനാണ് ഇനി ഇവളെ കാലാകാലം നോക്കി വെച്ച് വാരാട്ടാൻ പോകുന്നത്. കുറച്ച് ദിവസം കഴിഞ്ഞ് അവൻ്റെ കടിയും കഴപ്പം തീരുമ്പോൾ ഇവളെയും മറ്റേ പുല്ല് പറിച്ചെറിയുന്ന പോലെ എറിയും. അത് തന്നെയാണ് ചെയ്യേണ്ടത്. അത് തന്നെ ചെയ്യണം. കാരണം കുടുംബ ബന്ധങ്ങളുടെ വാല്യൂ അറിയാണ്ട് ഈ കുടുംബ ബന്ധങ്ങളെ നശിപ്പിച്ചുകൊണ്ട് ഓടുന്ന ഇവളുമാരെ ഓരോന്നും പഠിക്കണം. പിന്നെ എനിക്ക് ഒറ്റ റിക്വസ്റ്റേ ഉള്ളൂ, സകല നീ വീഡിയോ കാണുകയാണെങ്കിൽ ആ മകനെ തിരിച്ച് അവൻ്റെ അപ്പനിലേക്ക് ഏൽപ്പിക്കുക. ഓക്കെ, കാരണം നിന്റെ കൂടെ മകൻ വളർന്നു കഴിഞ്ഞാൽ അവനടക്കം ചീത്തപ്പേരായിരിക്കും സമൂഹത്തിൽ നിന്നും കേൾക്കേണ്ടി വരുന്നത്. ഓക്കെ, അതുകൊണ്ട് ആ മകനെ തിരിച്ച് അപ്പനിലേക്ക് ഏൽപ്പിക്കുക. നിന്നെപ്പോലത്തെ തലതെറിച്ച ഒരു തള്ളേരുടെ കൂടെ വളർന്ന് അവനും ചീത്തപ്പേര് വാങ്ങി കൊടുക്കരുത്. ഓക്കെ, നിന്നെപ്പോലത്തെ അപരാധികൾ നശിച്ച് തീരേണ്ടത് തന്നെയാണ്. അല്ലാണ്ട് നിനക്കൊന്നും ഒരു അപ്പീലും ഇല്ല. നീയൊക്കെ നശിക്കണം, നശിച്ച് നാറാണത്താണ്. കാരണം കുടുംബ ബന്ധങ്ങളുടെ വാല്യൂ അറിയാണ്ട് ചതിച്ച് വഞ്ചിച്ചുകൊണ്ട് കണ്ടവന്മാരോട് അപരാധിക്കാൻ പോകുന്നവളുമാർ. മൊബൈൽ നന്നാക്കാൻ പോയപ്പോൾ അവിടെ 8 ക്ലാസ്സായി. ഭർത്താവ് പ്രവാസിയില്ലേ, അവൻ നോക്കിയപ്പം 2 ദിവസം വെച്ച് അടിക്കാന്ന് പറഞ്ഞുകൊണ്ട് സെറ്റ് ചെയ്തുകൊണ്ട് പോയി. അവസാനം തലയിലായതാണെന്ന് തോന്നുന്നു കേട്ടോ. എനിക്കത് ഡൗട്ടില്ല, അതില്ല. ഇവളും ചിലപ്പം കരഞ്ഞ് മിഴിച്ച് ഭീഷണിപ്പെടുത്തിയൊക്കെ ആയിരിക്കും അവൻ്റെ തലയിലും കൂടി ആയത്. അവൻ 2 ദിവസം വെച്ച് അടിക്കാന്ന് വിചാരിച്ച് സെറ്റ് ചെയ്തതായിരിക്കാം മേ ബി. എന്തായാലും കൊള്ളാം, അവിടെ വേറൊരു കുടുംബം തകർന്നു, ഇപ്പുറത്ത് വേറൊരു കുടുംബം തകർന്നു. നീ കാരണം നാറ്റപ്പേരായി. പക്ഷെ എനിക്ക് ആ പ്രവാസിയായിട്ടുള്ള ആ വ്യക്തിയെടുത്ത് പറയാനുള്ള, താങ്കൾ ഒരു കാരണവശാലും വിഷമിക്കേണ്ട ആവശ്യമില്ല. താങ്കൾക്ക് മറ്റൊരു കുടുംബജീവിതം ഉണ്ടാവും, അല്ലെങ്കിൽ താങ്കൾക്ക് അടിപൊളിയായിട്ട് ജീവിക്കാം. വേറെ കടുങ്കൈയൊന്നും ചെയ്യാതിരിക്കുക. അല്ലാണ്ട് ഇവളെയൊന്നും ആലോചിച്ച് ദുഃഖിക്കേണ്ട കാര്യമില്ല. പിന്നെ ആ മകൻ എത്രയും പെട്ടെന്ന് അയാളുടെ കയ്യിൽ സുരക്ഷിതനായിട്ട് തിരിച്ചെത്തട്ടെ. പിന്നെ ഇവിടുത്തെ നിയമവ്യവസ്ഥയും അവളോടൊപ്പം വിടത്തുള്ളൂ. അത് വേറൊരു സത്യം എന്ന് വെച്ചിട്ട് താങ്കൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ, താങ്കൾ വെയിറ്റ് ചെയ്യുക. ആ മകൻ കാര്യങ്ങൾ സത്യം തിരിച്ചറിഞ്ഞ് നിങ്ങളോടൊപ്പം വരുന്നൊരു കാലമെങ്കിലും ഉണ്ടാകും. ഓക്കെ, അതുകൊണ്ട് അതൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്യുക. സ്വന്തം കുടുംബത്തിന് വേണ്ടിയിട്ട് അന്യനാട്ടിൽ പോയി കിടന്ന് കഷ്ടപ്പെട്ട് അവരെ അധ്വാനിച്ച് കാശ് നാട്ടിലോട്ട് അയച്ചു കൊടുക്കുമ്പോൾ ഇവളുമാർക്ക് കുന്തളിപ്പ്. പോയ പോക്കിന് 13 പവനും എടുത്തുകൊണ്ട് പോയി. അപ്പോൾ 10-15 ലക്ഷത്തോളം രൂപ ആയല്ലേ ചിലവിനായി. അവനതിൽ നിന്ന് കുറേ ഊറ്റി അടിച്ച് പൊളിച്ച് ലാവിഷായിട്ട് നല്ല അടിപൊളിയായിട്ട് കപ്പൽ കയറി നടക്കും. ഓക്കെ, അടിപൊളിയായിട്ട് ജീവിക്കും. അപരാധികൾ എവിടെയെങ്കിലും പൊങ്ങിയെന്ന് അറിഞ്ഞാൽ മതി. ഇനി ഞാനൊരു വോയിസ് ഒന്ന് കൊടുക്കാം. ഒളിച്ചോടിപ്പോയി. മാസാമാസം പൈസ അയച്ചു കൊടുക്കുന്നുണ്ട്, ഫോൺ വിളിക്കുന്നുണ്ട്. ഒളിച്ചോടി പോകുമ്പോ സ്വർണം കൂടെ എടുത്തോണ്ടാണ് ഈ മഹതി ഈ മൊബൈൽ ഷോപ്പുകാരൻ്റെ പോയേക്കുന്നത്. കാരണം നാളെ വേറെ ഒന്നിനെ കിട്ടി അതിന്റെ പുറകെ കൂടെ പോവും ഇവളൊക്കെ. ഇത്രയൊക്കെ മൂത്തങ്ങ് നിൽക്കുവാണെങ്കിൽ വല്ല ഡിവോഴ്സ് മേടിച്ചിട്ട് പൊക്കൂടായിരുന്നു ഇവൾക്കൊക്കെ. ഇത് ഒരു ഉളുപ്പില്ലാതെ ഇത്രയും നാൾ അങ്ങയുടെ ചെലവിലും നിന്നിട്ട് അങ്ങേരുടെ തന്നെ കൊച്ചിനെയും കൊണ്ട് മുങ്ങിയേക്കുന്നു.
ഇതേ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയതാണ് മറ്റേ ബസ് കണ്ടക്ടർ രഞ്ജീഷ്. ഭാര്യ എന്ന് പറയുന്ന പുന്നാരമോള് കണ്ടവന്റെ കൂടെ പോയി. അതും പോരാഞ്ഞിട്ട് 6 വർഷം കഴിഞ്ഞപ്പോ അവൾക്ക് കുഞ്ഞിന്റെ ബോധം വന്നു. കുഞ്ഞിനെയും കൂടെ വിളിച്ചോണ്ട് പോയി. അവസാനം അയാള് ജീവൻ എടുക്കേണ്ടി വന്നു. ഇപ്പൊ അവളുടെ ജോലിയും പോയി, ഈ കാമുകനും കളഞ്ഞിട്ട് പോയി എന്നൊക്കെ കേൾക്കുന്നുണ്ട്. നല്ല കാര്യം, അനുഭവിക്കാൻ കേട്ടക്കുന്നേ ഉള്ളവർക്ക്. നമ്മുടെ നിയമത്തിന്റെ അടുത്ത് പറയാനുള്ള എന്താണെന്നറിയോ, നാളെ ഈ വ്യക്തിയായിട്ട് ആ സ്ത്രീ ഡിവോഴ്സ് ആയെന്ന് വിചാരിക്കുക, ദയവ് ചെയ്ത് ആ കൊച്ചിനെ ഇതുപോലുള്ള അവളുടെ കൂടെ പറഞ്ഞു വിടരുത്. ഒരെണ്ണത്തിനെ പറഞ്ഞു വിട്ടതിനെയാണ് അദ്ദേഹം അവസാനം ജീവൻ എടുത്തത്. ഇതിനെയും കൂടെ പറഞ്ഞു വിടരുത്. അങ്ങനെയാണെങ്കിൽ തോൽവി നയമൊന്നേ പറയാൻ പറ്റത്തുള്ളൂ. കഴിഞ്ഞ 8 വർഷം കൂടെ ജീവിച്ചിട്ട് അയാള് ഗൾഫിൽ പോയി, അവിടെ ഇരുന്ന് കഷ്ടപ്പെട്ട് കുറെ പൈസ ഉണ്ടാക്കി. ഭാര്യ എന്ന് പറയുന്ന മോളെ വിശ്വസിച്ചിട്ട് അത് അയച്ചു കൊടുത്തപ്പം അവൾ അത് വെച്ച് ദൂർത്തടിച്ച് അയാള് തിരിച്ചു വരുന്ന സമയമാകുമ്പോഴേക്കും നാട് വിട്ടു. അതും വേറെ ഭാര്യയും മക്കളും ഉള്ള ഒരുത്തന്റെ കൂടെ. ആ നാരിക്ക് ബോധമുണ്ടോ? പാരനാറി നട്ടലില്ലതാൻ അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായതിന്റെ പേരിലല്ല ഇറങ്ങിപ്പോയത് എന്ന് നിങ്ങൾ പറയുമ്പോ ഒറ്റ കാര്യം ഓർത്താൽ മതി. അവൾക്ക് മൂത്തിട്ട് ഇറങ്ങിപ്പോയതാ. പീഡിപ്പിച്ചോ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈനിലുള്ള പ്രശ്നം പറയാൻ പറ്റില്ല. ആ സാധനം മൂത്തിട്ട് ഇറങ്ങിപ്പോയതാ. ആ ഇറങ്ങി പോകുന്ന കൂട്ടത്തിലെ കൊച്ചിനെ എന്തിനാണോ എന്ത് ഇവള് കൊണ്ടുപോയത്? അതാണ് ഞാൻ ആലോചിക്കുന്നത്. അവൾക്ക് വേറെ ഒരുത്തന്റെ കൂടെ പോയി കിടന്നേ പറ്റൂ എന്നുള്ളതാണെങ്കിൽ പിന്നെ എന്തിനാണോ അതിന്റെ ഒരു കൊച്ച്? 2 വർഷമായി അങ്ങനെ ഗൾഫിൽ പോയിട്ട് കഷ്ടപ്പെടുന്നു. ആ 2 വർഷം അധ്വാനിച്ച പൈസക്ക് ഈ ഭാര്യ എന്ന് പറയുന്ന വൃത്തികെട്ടവളായിരിക്കത്തില്ല യൂസ് ചെയ്തോണ്ടിരുന്നേ. ഇവളെ പോലെയുള്ള കുറെ എണ്ണങ്ങൾ കാരണം പെൺകുട്ടികള്, അതായത് പ്രവാസിമാരായിട്ടുള്ള പെണ്ണുങ്ങള് അല്ലെങ്കിൽ പ്രവാസിമാരായിട്ടുള്ള ഹസ്ബൻഡ്സ് ഉള്ള സ്ത്രീകൾ കേൾക്കുന്ന ചില കാര്യങ്ങളുണ്ട്. എന്താണെന്നറിയോ? ഹസ്ബൻഡ് ഗൾഫിലാണോ, ഭാര്യ നാട്ടിലെ ഏതെന്റെ കൂടെ ഒരിച്ചോടി പോകും. അല്ലെങ്കിൽ ഭാര്യ ഗൾഫിലാണോ, അവൾ അവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഇവളെ പോലെയുള്ള അവന്മാരെ കാരണം കേൾക്കുന്ന പേരാ അത്. ഇതിന്റെ അകത്ത് എന്ത് ചെയ്യാനാ? 18 വയസ്സിന് ശേഷമുള്ള ഒരു സ്ത്രീ ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ട് കാമുകന്റെ കൂടെ പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവിടെ ഭർത്താവിന് അവിടെ ഒന്നും പോലീസിന് അവിടെ ഒന്നും ചെയ്യാനില്ല. കാരണം ആ സ്ത്രീ 18 വയസ്സായല്ലോ. അല്ലെങ്കിൽ അത് പൂർത്തിയായിട്ടുള്ള ഒരാള് ഇങ്ങനെ ഒരു സ്വന്തം ഇഷ്ടത്തിന് ഇറങ്ങി പോയതിനെതിരെ കേസ് എടുക്കാനുള്ള വകുപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാനോ അവർക്ക് പറ്റുന്നുള്ള കാര്യം എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, ഇങ്ങനെ ഇറങ്ങിപ്പോകുന്ന അപരാധികളെ തിരിച്ചു കേട്ടിട്ടുണ്ടാവും ഒരു കാരണവശാൽ. ഇനി എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഇവളൊക്കെ കുറേ ദിവസം കഴിയുമ്പോൾ ചിലപ്പോൾ അവിടെ നിന്ന് അവൻ എടുത്തെറിയുമ്പോൾ വേറെ നിക്കക്കളിയില്ലാണ്ട് വഴിയില്ലാണ്ട് വരുമ്പം ഇക്ക എനിക്ക് പറ്റിപ്പോയി, ഇക്ക ഞാൻ അബദ്ധം കാണിച്ചാണ്, ഇക്ക അപ്പോഴത്തെ എടുത്ത് ചാട്ടത്തി തോന്നിയതാണ്, ഇക്ക ഇനി ആവർത്തിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ ഇയാളെ തന്നെ വിളിച്ച് മയക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീണ്ടും ഒന്നിക്കാൻ ശ്രമിക്കുക. എനിക്ക് പൊന്നു ചേട്ടാ നിങ്ങളടുത്ത് പറയാനുള്ള ഈ അപരാധിയൊന്നും ഇനി അടുപ്പിക്കരുത്. ഉള്ള കാര്യം പറയാം, അപരാധിയൊന്നും ഇനി അടുപ്പിക്കരുത്. അടുപ്പിച്ച് കഴിഞ്ഞാൽ വീണ്ടും കുളം തോണ്ടും. ഒരിക്കൽ ചാടിയത് വീണ്ടും ചാടിക്കൊണ്ടേയിരിക്കും. അപ്പുറത്ത് കാണുമ്പോൾ അപ്പുറത്ത് ചാടും. സാമാനങ്ങൾ നല്ല 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 വെറൈറ്റി പച്ച മഞ്ഞ കളറുകൾ കാണുമ്പോൾ അങ്ങോട്ട് ചാടിക്കൊണ്ടിരിക്കും. അതാണ് ഇവളുമാർ ചെയ്യുന്നത്. കടയാടി മക്കളെ അടുപ്പിക്കരുത്. പിന്നെ നിയമം, എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ. ദയവ് ചെയ്തിട്ട് ആ കുട്ടിയെ അതിൻ്റെ വാപ്പാരെ കൂടെ വിടണം. കാരണം നിങ്ങൾ നിയമത്തിൻ്റെ വശങ്ങൾ വെച്ചിട്ട് രഞ്ജീഷ് എന്ന് പറയുന്ന ഒരു യുവാവിൻ്റെ മകൻ അവനിൽ നിന്നും പിരിച്ച് അവൻ്റെ അമ്മയെന്ന് പറയുന്ന വേറൊരുത്ത് കഴിവേറിയുടെ കൂട്ടത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതായത് 8 വർഷം അവൻ്റെ കൂടെ ആ മകൻ നിന്നു. അവൾ വേറൊരുത്തൻ്റെ കൂടെ അവിഹിതം ഉണ്ടാക്കി, അവൻ്റെ കൂടെ പോയി ഗൾഫിൽ പോയിട്ട് ഉണ്ടാക്കി. എന്നിട്ട് അവസാനം ഇവിടെ വന്ന് നാട്ടിൽ നിന്ന് നിയമത്തിൻ്റെ രൂപത്തിൽ ഫൈറ്റ് ചെയ്തപ്പോൾ കൊച്ചിനെ അവളെ കൂടെ വിട്ട് അവസാനം അവൻ സ്വയം ജീവനൊടുക്കി. അതുപോലത്തെ ഒരു അവസ്ഥ ഉണ്ടാകരുത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പോലീസുകാർ കണ്ടെത്തി ഈ കടയാടി മോളെ കണ്ടെത്തണ്ട. അവളെ എന്തിനാ, അവളെ മറ്റേ കിഴങ്ങ് പറിക്കാനാണ്. അവൾ പോയി എവിടെയും പോയി തീരിട്ട് ആ കൊച്ചിനെ കണ്ടെത്തി നിയമത്തിൻ്റെ സഹായത്തോടു കൂടി അവൻ്റെ അച്ഛനിലേക്ക് ഏൽപ്പിക്കുക എന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം ഇതുപോലത്തെ കടയാടി മക്കൾ അനുഭവിച്ച് ചാകണം. അവളും ചാകണം, അവനും ചാകണം. അതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം 2 കുടുംബങ്ങൾ തകർത്ത് പോയി 2ഉം കൂടി സുഖിക്കാൻ പോയ 2 അപരാധികളാണ്. ഇത് 2ഉം തീരണം. ഇതിന് വേറെ മാറ്റമൊന്നുമില്ല. എന്നിട്ട് ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇതിനൊക്കെ ചെറിയ രീതിയിൽ ന്യായീകരിച്ച് സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. 2 വശം പറയുന്ന പോലത്തെ ഒരു രീതി. അവക്ക് വേറെ അവൻ്റെ ഭർത്താവിൽ നിന്നും കെയർ കിട്ടിക്കാണൂല, അതുകൊണ്ടായിരിക്കും. അപ്പം അപ്പുറത്ത് കടയാടി പോയി അവൻ്റെ ഭാര്യയും 3 മക്കളെയും ചതിച്ചിട്ട് ഇങ്ങോട്ട് പോയതാ. അതിനെപ്പറ്റി ആർക്കൊന്നും പറയാനില്ല. ഇവളെയൊക്കെ ന്യായീകരിക്കുന്നുണ്ട്. അത് ചിലപ്പോൾ സമാധാന സെക്സ്, അത് ചിലപ്പോൾ ഒരു പെണ്ണ് ആഗ്രഹിക്കുന്ന ഒരു ടച്ചായിരിക്കും, കുറച്ച് സ്നേഹമായിരിക്കും. അയ്യോട്ടോ, ഈ ഒരു സെറ്റപ്പിലൊക്കെ സംസാരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. എനിക്ക് കൂടുതലായിട്ട് അതിനെയൊക്കെ പറയാൻ നിന്ന് കഴിഞ്ഞാൽ ആൻറ്റി കവാല നോക്കി തരേണ്ടി വരും. ഞാനൊരു ചേച്ചിയുടെ വീഡിയോ കൊടുക്കാം.
ഒരു പെണ്ണ് ഒരു ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇയാൾ പറയുന്നത് ഞങ്ങൾക്ക് തമ്മിൽ യാതൊരു പ്രശ്നവും ഇല്ല എന്നാണ് പറയുന്നത്. ഒരിക്കലും നല്ല പോലെ സ്നേഹം കൊടുക്കുന്ന അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും നോക്കി നടക്കുന്ന ഒരു ഭർത്താവിൽ നിന്ന് ഒരു പെണ്ണും ഒരിക്കലും പോവാൻ ഇതാവില്ല. അപ്പോൾ ഇയാൾ പറയുന്നത് പൂർണ്ണമായിട്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അയാൾ പറയുന്നത് ഞങ്ങൾ തമ്മിൽ യാതൊരു പ്രശ്നവും ഇല്ല എന്നാണ് പറയുന്നത്. ഒരു പ്രശ്നവും ഇല്ലാതെ ഒരു പെണ്ണ് വേറൊരു റിലേഷൻഷിപ്പിലാവുകയോ അല്ലെങ്കിൽ വേറൊരു ഇതിൽ ഒരു സുപ്രഭാതത്തിൽ ആ കുഞ്ഞിനെയും കൊണ്ട് പോവുകയോ ചെയ്യില്ല. നമ്മൾ സ്നേഹവും സന്തോഷവും സമാധാനം സ്വസ്ഥത ഒരു പെണ്ണിനുണ്ടെങ്കിൽ ആ പെണ്ണ് ഒരിക്കലും വഴിതെറ്റി പോവില്ല. പിന്നെ എല്ലാം സഹിച്ച് പിടിച്ച് കടിച്ച് ജീവിക്കുന്ന പെണ്ണുങ്ങളും ഉണ്ട് കേട്ടോ. അതിന് പിന്നെ ആ മക്കളെ ഓർത്ത് മാത്രം നീറി ജീവിക്കുന്നവരുണ്ട്. അപ്പോൾ ഒരുപാട് എന്താ പറയുക, ജീവിതത്തിൻ്റെ സാഹചര്യം കൊണ്ട് ഒരുപാട് ഇതാകുന്ന സമയത്ത് ആ പെണ്ണ് ഇതായിപ്പോവും. പിന്നെ വേറൊരു വീഡിയോ കണ്ടതാണ്. ഒരു ഉസ്താദിൻ്റെ ഭാര്യയായിരുന്നു, സുൽത്താന എന്നാണോ അങ്ങനെ എന്തോ ആണ് പേര്. അയാൾ മലേഷ്യയിൽ പോയി വേറൊരു കല്യാണം കഴിച്ച് അയാൾ സുന്ദരമായി സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. ഇവിടെ ഭാര്യയുണ്ട്, ഒരു മോനുണ്ട്. അവരെ പൈസ അയച്ചു കൊടുക്കും, സമയത്തിന് പൈസ അയച്ചു കൊടുക്കില്ല, അത് നേരെ നോക്കില്ല. അപ്പോൾ അവൾ എന്ത് ചെയ്തു, വേറൊരു മതക്കാരനെ കല്യാണം കഴിച്ചു. അവർ സുഖമായിട്ട് ജീവിക്കുന്നു, ഒഴിവായി സുഖമായിട്ട് ജീവിക്കുന്നു. പിന്നെ ഇങ്ങനെ പോകുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഡിവോഴ്സിന് നോക്കുക. ഒറ്റ സുപ്രഭാതത്തിൽ ഇറങ്ങി പോവാതെ, ഡിവോഴ്സ് എന്ന് പറയുന്നത് പെട്ടെന്ന് കിട്ടില്ല, അതുകൊണ്ടാണ് അതൊന്നും നോക്കാതെ ഈ പെണ്ണുങ്ങൾ ഇറങ്ങി പോകുന്നത്. അപ്പോൾ ഡിവോഴ്സ് എന്ന് പറയുന്ന ഒരു ഇതും നമ്മുടെ അതിലൊരു ഓപ്ഷൻ അല്ല. കൗൺസിലിങ്ങും അതും ഇതൊക്കെ വെച്ചിട്ട് പിന്നെയും വീണ്ടും നമ്മളെ ദ്രോഹിക്കുന്ന ആ ഒരു ഇതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പെണ്ണുങ്ങൾ എന്ത് ചെയ്യും, ഒന്നും നോക്കാതെ ഒറ്റയടിക്ക് ഇറങ്ങിപ്പോകും. അങ്ങനെയാണ് ഈ ഒരു പെൺകുട്ടിക്കും, ഷാഹിന എന്ന് പറയുന്ന ഒരു പെൺകുട്ടിക്കും സംഭവിച്ചിരിക്കുന്നത്. ഒന്നും നോക്കാതെ പുള്ളിക്കാരി ഇറങ്ങിപ്പോയി. അപ്പോൾ ഒരു പ്രശ്നവും ഇല്ല എന്ന് പറയുന്നത് ശുദ്ധ മണ്ടത്തരമാണ്. എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഇല്ലാതെ ഒരു പെണ്ണും ഒരു സുപ്രഭാതത്തിൽ ഒരുത്തൻ്റെ കൂടെ ഇറങ്ങി പോവില്ല. അപ്പോൾ ഇറങ്ങിപ്പോയത് 3 മക്കളുള്ള ഒരാളുടെ കൂടെയാണ്. അപ്പോൾ അതും എത്രമാത്രം വിശ്വാസയോഗ്യമാണ് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ വേറൊരു ഇത് എന്താ പറയുക, ഒരു കുഞ്ഞിനെ കുരുതി കൊടുക്കുന്ന ഒരു ഇത് വരാതിരിക്കട്ടെ. ആ കുഞ്ഞിനെ തിരികെ കൊടുത്തിട്ട് നിൻ്റെ ഭർത്താവിൻ്റെ കൂടെ നിനക്ക് ജീവിക്കാൻ താല്പര്യമില്ലെങ്കിൽ ജീവിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഇയാളുടെ കൂടെയാണ് ജീവിക്കാൻ താല്പര്യമെങ്കിൽ പറഞ്ഞ് ഇതാക്കി ജീവിക്കുക എന്നാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. ആ കുഞ്ഞിനെയും കൂടെ ഇനി ബലി കൊടുക്കരുത് എന്നാണ് ഈ ഒരു ഇതിൽ എനിക്ക് പറയാനുള്ളത്. എന്താണെങ്കിലും ഒരു തെറ്റ് സംഭവിക്കാതെ ആ കുടുംബത്തിൽ ഒരു പ്രശ്നമില്ലാതെ ഒരു പെണ്ണ് വേറൊരുത്തിൻ്റെ കൂടെ പോവില്ല എന്നാണ് 100% എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കും ചേച്ചി അതെങ്കിൽ ഒരു വെള്ളത്തിൽ ചവിട്ടിയില്ലേ. അപ്പോൾ കുടുംബത്തിൽ പ്രശ്നമുള്ളത് കൊണ്ടാണ് മറ്റേ കഴിവേറി മോള് വേറെ ഒളിച്ചോടിയെന്നാണ് ചേച്ചി പറയുന്നത്. ചേച്ചിയുടെ കൂട്ടുകാരി വല്ലതും ആണോ? എനിക്കറിയാത്തതുകൊണ്ട് ചോദിക്കുകയാണ്. ചേച്ചിയുടെ കൂട്ടുകാരിയാണെന്ന് തോന്നുന്നു. ചേച്ചി അത്രയ്ക്ക് ഉത്കണ്ഠാബോധമായിട്ട് അവൾക്ക് വേണ്ടി സംസാരിക്കുന്നുണ്ട്. എൻ്റെ പൊന്നു ചേച്ചി, ഇങ്ങനെ വരവരുത്. എന്ത് പ്രശ്നം, എന്ത് മാങ്ങാത്തൊലി, എന്ത് പ്രശ്നമായാലും നിയമപരമായിട്ട് ഡിവോഴ്സ് വാങ്ങിയിട്ട് പോവാം അല്ലേ. അല്ലാണ്ട് നാട്ടിലോട്ട് ഭർത്താവ് വരാൻ നിന്നപ്പോൾ കൊച്ചിനെ കൊണ്ട് പോകുന്നു. അതും അപ്പുറത്ത് പോയവന് വേറെ കുടുംബം, അവന് ഭാര്യയും 3 മക്കളുണ്ട്. ഇവള് തകർത്തത് ഇവൻ്റെ കുടുംബവും അപ്പുറത്ത് അവൻ്റെ കുടുംബമല്ലേ. അവൻ തകർത്തത് ഇവൻ്റെ കുടുംബവും അപ്പുറത്ത് അവൻ്റെ കുടുംബമല്ലേ. അപ്പോൾ 2 കുടുംബമല്ലേ രണ്ടുപേരും കൂടി തകർത്തത്. ഓക്കെ, രണ്ടുപേരെ സുഖം പ്ലക്കാൻ പോയത് 2 കുടുംബങ്ങളല്ലേ തകർത്തത്. പിന്നെ ചേച്ചിക്ക് എങ്ങനെ ന്യായീകരിക്കാൻ തോന്നി? കുടുംബത്തിൽ പ്രശ്നം കാണും, അതുകൊണ്ടായിരിക്കും. എന്ത് മാങ്ങാത്തൊലി പ്രശ്നം? എല്ലാ കുടുംബങ്ങളിലും പ്രശ്നമുണ്ട്. പ്രശ്നമില്ലാത്ത ഈ കുടുംബം ഈ ഒരു ലോകത്തുമില്ല. ഇവളമാർക്ക് ഭർത്താക്കന്മാർ അങ്ങ് ആയപ്പം കടികളാവിയപ്പം വേറെ അവൻ്റെ അവിടെയൊക്കെ പോയി. മാന്യവും മര്യാദയ്ക്കും ജീവിക്കുന്ന പ്രവാസികളുടെ ഒരുപാട് ഭാര്യമാരുണ്ട്. അവർക്കും കൂടി ചീത്തപ്പേരുണ്ടാക്കിക്കൊണ്ടാണ് ഇതുപോലത്തെ കഴിവേറിത്തനങ്ങൾ കാണിക്കുന്നത്. എന്നിട്ട് ഇവളുമാരെ വന്നിട്ട് ന്യായീകരിച്ച് മെഴുകുകയാണ്. അയ്യോ, അവർക്ക് ചിലപ്പോൾ അവിടെ പ്രശ്നം കാണും കുടുംബത്തിൽ, അതുകൊണ്ടായിരിക്കും. പ്രശ്നം ഉണ്ടെങ്കിൽ ഉടനെ വേറെ കണ്ടവൻ്റെ അവിടെ അങ്ങ് ഇറങ്ങി പോവോ? കൊള്ളാമല്ലോ ഇത്. നിയമപരമായിട്ട് വേർപിരിഞ്ഞതിന് ശേഷം പൊട്ട്. ഓക്കെ, ഇതൊരുമായി നാട്ടിച്ച് നാറാണതാക്കി നാട്ടുകാരെന്തൊക്കെ പറയുന്നുണ്ട് ഒന്ന് കേട്ട് നോക്കിയിട്ടുണ്ടോ? അവന് കഴിവില്ലാത്തതുകൊണ്ട്, അടുത്ത് അവൻ നാട്ടിൽ കിടന്നുണ്ട്, അവൻ പുറത്ത് കിടന്നുകൊണ്ട് അവൾ നാട്ടിൽ വേറെ സെറ്റപ്പ് പിടിച്ച്, ഇതെല്ലാം പറയും നാട്ടുകാർ. പലതും പറയും, പല രീതിയിൽ പരിഹാസങ്ങൾ ആ വ്യക്തി കേൾക്കേണ്ടി വരും. അതുപോലെ ഇപ്പുറത്ത് മറ്റവൻ്റെ ഭാര്യയും മക്കളും കേൾക്കേണ്ടി വരും. അവിടെ 3 മക്കളുണ്ട്. ആ മക്കൾക്ക് സ്കൂളിൽ പോകുമ്പോൾ അവസ്ഥ ആലോചിച്ചിട്ടുണ്ടോ? സ്വന്തം തന്ത വേറൊരുത്തേയും കൊണ്ട് എവിടെയാണ് പോയി. അടുത്ത് ഇപ്പുറത്ത് ഈ ഒരു കൊച്ചിനെ കൊണ്ടുപോയി, സ്വന്തം തള്ള വേറെ അവൻ്റെ ഇവിടെ അവരാധിക്കാൻ പോയി. ഇതെല്ലാം കേൾക്കേണ്ടി വരൂലേ? അപ്പോൾ എന്ത് പ്രശ്നമാണ് ഇവിടെ? ആർക്കാണ് പ്രശ്നം? ആ കുട്ടിക്കും 2 ഭാഗത്തുള്ള മക്കൾക്കും പ്രശ്നമില്ലേ? അതിനൊക്കെ പറ്റിയിട്ട് ചിന്തിച്ചിട്ടുണ്ടോ? കണ്ട അപരാധികൾ പറയുന്നത് കേട്ടോണ്ടെങ്കിൽ ഇരുന്നാൽ മതി. ഇവളെയൊക്കെ സപ്പോർട്ട് ചെയ്ത് ന്യായീകരിച്ച് മെഴുകുന്നു. ഞാൻ അവളെ മാത്രമല്ല 2 അപരാധികളെയും ഞാൻ പറയും. അമ്മാതിരി അപരാധമാണ് കാണിച്ചിട്ടുള്ളത്.
നാണമില്ലേ ചേച്ചി ഇതിനെയൊക്കെ വന്നിട്ട് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ? കുടുംബത്തിൽ പ്രശ്നങ്ങളാണ്, അതുകൊണ്ടായിരിക്കും ഇറങ്ങിപ്പോയത്. കുടുംബത്തിൽ പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇന്നലെ കണ്ട മൊബൈൽക്കാരൻ്റെ അവിടെ അങ്ങ് ഇറങ്ങിപ്പോകും. എന്തുവാ ഇത്? അവനെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്ക്. വേറൊരു സ്വന്തം ഭാര്യയും മക്കളെയും തിരിഞ്ഞു നോക്കാതെ വേറൊരുത്തിയും കൊണ്ട് അപരാധിക്കാൻ പറ്റും. ഇവക്ക് കുറച്ച് ഇതുണ്ട്, നല്ല അത്യാവശ്യം ഗ്ലാമർ ഉണ്ട്, അതുകൊണ്ട് കൊണ്ടുപോയി, അത്രേ ഉള്ളൂ. മൊബൈൽ കടയിൽ വന്ന് അവളെ റൂട്ട് ചെയ്ത് അവൾ നോക്കിയപ്പം അവളുടെ ഭർത്താവ് ഗൾഫിൽ. അപ്പോൾ ഇനി എന്തായാലും ഒന്ന് റൂട്ട് ചെയ്ത് നോക്കാം, കിട്ടിയ ഊട്ടിയില്ലെങ്കിൽ ചട്ടിയെന്ന് ഞാൻ ഒന്ന് റൂട്ട് ചെയ്ത് അവൻ വിചാരിച്ചല്ല കയ്യിൽ വന്ന്. പിന്നെ തലയിലാവുമെന്ന് ചിലപ്പോൾ അവൻ വിചാരിച്ചു കാണില്ല. ഇവളായിരിക്കും വെപ്രളം കാണിച്ചത്. അതങ്ങനെ വരും, അത് നമുക്കറിയാം. വെപ്രളം കാണിച്ചപ്പോൾ തലയിലായി. അവൻ പിന്നെ എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുപോയി. ഇനി കുറച്ച് ദിവസം കഴിഞ്ഞ് സുഖമൊക്കെ തീർന്ന് പിന്നെ മടുക്കുമ്പം കൊണ്ടിട്ട് അന്ന് ചേച്ചി സപ്പോർട്ടായിട്ട് വരണം കേട്ടാ. മറ്റേ കുടുംബത്തിൽ പ്രശ്നമുള്ളതുകൊണ്ട് പോയെന്ന്. ഇവിടെ ഒരു കുടുംബങ്ങളിലും പ്രശ്നമില്ല, എല്ലാ കുടുംബങ്ങളും എപ്പോഴും ചിരിച്ചോണ്ടായിരിക്കും ഇരിക്കുന്നത്. എല്ലാ കുടുംബങ്ങളിലും പ്രശ്നമുണ്ട്, അത് പറഞ്ഞു തീർത്ത് അന്തസ്സായിട്ട് വേറെ പിരിയണമെങ്കിൽ പിരിയാം. അല്ലാതെ കുടുംബത്തിൽ ഇരുന്നും കൊണ്ട് ചതിച്ചും കൊണ്ട് വേറൊരുത്തൻ്റെ മൂഞ്ച അപരാധിക്കാൻ പോകുന്നതിനെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അതുകൊണ്ട് ന്യായീകരിക്കുമ്പോൾ സൂക്ഷിച്ചും കണ്ടൊക്കെ ചേച്ചി ന്യായീകരിക്കും കേട്ടാ. അപ്പോൾ ശരി, ഇനി വേറൊരു ന്യായീകരൻ ചേട്ടായി വന്നിട്ടുണ്ട്. ചേട്ടായിക്ക് അന്ന് ആദ്യം മുതലേ വീഡിയോയിൽ ഒരു 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 എടുത്ത് ചാട്ടോട്ടായിരുന്നു, വേറൊന്നുമില്ല. താത്തമാരാണ് കൂടുതലും ഒളിച്ചോടുന്നത്. അണ്ണൻ എവിടെ പോയി സെൻസസ് എടുത്തത്? അണ്ണൻ്റെ ഏതോ ഗ്രൂപ്പിൽ വന്നതാണ് അണ്ണൻ സെൻസസ് എടുത്ത് വെച്ചിട്ടുള്ളത്. എൻ്റെ പൊന്നെണ്ണ തള്ളി മറിക്കാതെ. നിങ്ങളൊക്കെ കാരണം ഇപ്പോൾ ആൾക്കാർ പറയുന്ന താത്തമാരാണ് കൂടുതലും പോകുന്നത്. നിങ്ങളെപ്പോലുള്ളവർ റോങ് മെസ്സേജാണ് സൊസൈറ്റിക്ക് കൊടുക്കുന്നത്. ഓക്കെ, വളരെ മോശമാണ്, വളരെ ചീപ്പാണ്. അങ്ങനത്തെ രീതിയിലൊന്നും മെസ്സേജ് കൊടുക്കില്ല. കാരണം ഒരുപാട് ഭാര്യമാർ, താത്തമാർ, ഇതുപോലെ ഭർത്താക്കന്മാർ ഗൾഫിൽ പോയി കഴിഞ്ഞാൽ മാന്യമായിട്ട് വീട്ടിൽ കുടുംബം നോക്കിയിരിക്കുന്നവരുണ്ട്. അവർക്കും കൂടി ചീത്തപ്പേരുണ്ടാക്കി വെക്കരുത്. ഇതെല്ലാം കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു യുവതിനെയും കുഞ്ഞിനെയും കാണാതെ ഒരു വാർത്ത ഉണ്ടായിരുന്നു. ഇതുവരെ അവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കോഴിക്കോട് ബാലുശ്ശേരിയിലുള്ള ഷഹല എന്ന് പേരുള്ള 30 വയസ്സുള്ള യുവതിയും ഒരു 7 വയസ്സുള്ള മോനെയാണ് കാണാതായത്. ഭർത്താവ് ഗൾഫിൽ നിന്ന് വരുന്ന ഒരു സമയത്തേക്കാണ് അവർ പെട്ടെന്ന് വീട്ടിൽ നിന്ന് മിസ്സാവണേ. ബാങ്കിൽക്കാന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. അവരെക്കുറിച്ചുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. അവരെ വേഗം കണ്ടെത്തട്ടെ. ഇത്തരത്തിൽ പോകുന്ന സ്ത്രീകളെയൊക്കെ പൊതുവെ എല്ലാവരും കുറ്റപ്പെടുത്തും. വളരെ മോശം സ്ത്രീകളായിട്ടാണ് ചിത്രീകരിക്കാം. എന്തുകൊണ്ടിരിക്കും ഒരു ഭാര്യ ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? ഒരു സ്ത്രീ ഭർത്താവിനെയും മക്കളെയൊക്കെ ഉപേക്ഷിച്ചിട്ട് വേറെ ആൾ കൂടെ ഇറങ്ങി പോകുന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും എളുപ്പം എന്താണെന്ന് വെച്ചാൽ ആ സ്ത്രീനെ കുറ്റപ്പെടുത്താൻ എളുപ്പം. ആ സ്ത്രീനെ കൊണ്ടുപോയ ആ ധൈര്യം കാണിച്ച 3 മക്കളുള്ള ഭാര്യ പ്രസവിച്ച് കിടക്കണം, അവൻ്റെ ഭാര്യ പ്രസവിച്ച് കിടക്കണം. ആ സമയത്ത് ആ ഭാര്യനെ മറന്ന് കുട്ടിനെ മറന്നിട്ട് ഈ പെണ്ണിനെ ഇറക്കിക്കൊണ്ടുപോയ ഒരാളുണ്ടല്ലോ, ഇയാൾ ആരും കുറ്റം പറയില്ല. എല്ലാവർക്കും കുറ്റം പറയാൻ എളുപ്പം ആരെയാണ്? ഈ സ്ത്രീകളെയാണ്. സത്യത്തിൽ സ്ത്രീകളെ കുറ്റപ്പെടുത്തും മുൻപ് എന്തുകൊണ്ടാണ് അവർ ഇത്തരത്തിൽ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായതെന്നും കൂടി നമ്മൾ ആലോചിക്കേണ്ടത്. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകണം, വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിട്ട് ആ കുഞ്ഞിനെയും കൊണ്ട് വീട്ടിൽ നിന്ന് പോകണം എന്നുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെതായ തക്കതായ ഒരു റീസൺ ഉണ്ടായിരിക്കും. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഇയാൾ ഇപ്പോൾ ഈ പോയതിനെ ന്യായീകരിക്കണം, അമ്മാതിരി തമ്മാടിത്തരം പറഞ്ഞിട്ട് വരണ്ട. പോയതിന് ഒരു കാലത്ത് നമ്മൾ ന്യായീകരിച്ചുള്ള വീഡിയോ കാണുന്നവർക്കറിയാം നമ്മൾ ഇത്തരം പോക്ക് നമ്മൾ എതിർത്തിട്ടുള്ളൂ. പക്ഷേ നമ്മളൊരാളെയും അടച്ചാക്ഷേപിക്കാൻ പാടില്ല. അവരെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്ത് നമ്മുടെ വീഴ്ച. ചില പുരുഷന്മാർ കുടുംബത്ത് ഭാര്യമാരെ കാണുന്ന രീതി തന്നെ എങ്ങനെയാണ്? അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്ന വെറും ഒരു ഉപകരണം, ഒരു സെക്സ് ടോയ് ആയിട്ട് മാത്രം കാണാം. ചില ആൾക്കാർ മതിയായ സെക്സ് പോലും അവർക്ക് കൊടുക്കില്ല. അപ്പോൾ ഇത് നമ്മുടെ കുടുംബത്തിൽ ഇല്ലാതിരിക്കാൻ വേണ്ടി ചെയ്യേണ്ടത് എല്ലാ കുറ്റവും കൂടി തലയിൽ സ്ത്രീകളുടെ തലയിലില്ല. ഒരു സ്ത്രീ എന്താണെന്ന് പുരുഷൻ ആദ്യം മനസ്സിലാക്കണം. ഒരു സ്ത്രീക്ക് എന്താണ് ആഗ്രഹം? ചില സ്ത്രീകളുണ്ട്, അവർക്ക് സ്പർശനങ്ങളാണ് മെയിൻ. അതായത് അവരെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവരെ സ്നേഹത്തോടെ വാരി പുണരാം, അവരെ അഭിനന്ദിക്കാം. ഇങ്ങനെ അവർക്ക് എപ്പോഴും ഒരു സ്നേഹ സ്പർശനങ്ങൾ. അത് സെക്സ് അല്ല. ഈ സ്പർശനം എന്ന് കേൾക്കുമ്പോഴേക്ക് നമ്മുടെ ഉള്ളിൽ വരിക ഇവർക്ക് ഇതിൻ്റെ കുറവാണ്, ഇത് കിട്ടാത്തത് കൊണ്ടാണ്, ഇത് മൂത്തിട്ടാണ്. അതിന് ഉപയോഗിക്കുന്ന പല പ്രയോഗങ്ങളുണ്ട്. ഞാൻ എൻ്റെ ഒരു വീഡിയോ ഫാമിലിയൊക്കെ ആയിട്ട് കാണുന്ന ആളുകളായതുകൊണ്ട് ഞാൻ ആ വേർഡൊന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ അതിൻ്റെ കുറവൊന്നുമല്ല. ഈ സ്പർശനം എന്ന് പറഞ്ഞാൽ നമ്മൾ അവരെവിടെയെങ്കിലൊക്കെ ഇരിക്കുമ്പോൾ നമ്മുടെ കൈകൾ പിടിച്ചിരിക്കുന്നത് ആ ഒരു സ്നേഹ പ്രകടനങ്ങൾ എന്നുള്ളത് ഫിസിക്കലി അവർക്ക് ഫീൽ ചെയ്യണം. ഇത് കൊടുത്ത് ആകെ ഭർത്താവ് ഈ ഭാര്യ തൊടുന്നത് രാത്രി ആരും കാണാതെ ഇവൻ്റെ ഇംഗിതം പൂർത്തീകരിക്കാൻ വേണ്ടി മാത്രമാണ്. അവൾക്കൊരു ഓർഗാസം വന്നിട്ടുണ്ടോ എന്ന് പോലും ചിന്തിക്കാനുള്ള ബോധം എനിക്കില്ല. അവളുടെ സംതൃപ്തി ഒന്നുമുള്ള വിഷയം. ഞാൻ ഹക്കായ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. നെഞ്ചത്ത് കൈവച്ച് സ്ത്രീകൾ പറ, ഓർഗാസം എന്നുള്ളത് ലൈഫിൽ പോലും കേൾക്കാത്ത ആളുകൾ, ഭർത്താവിൽ നിന്ന് കിട്ടാത്തവർക്ക് വേറെ എവിടെയെങ്കിലും കിട്ടും. കിട്ടിക്കഴിഞ്ഞാൽ ഇതിറങ്ങി പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ കുടുംബിനികൾ വരും. അപ്പോൾ ആരാണ് സ്വന്തം ഭാര്യയുടെ അവസ്ഥ എന്താണെന്ന് അറിഞ്ഞിട്ട് ആ ഭാര്യ ആ രീതിയിൽ ട്രീറ്റ് ചെയ്യണം. ചില ആളുകൾക്ക് സ്പർശനങ്ങൾ വേണ്ട, അവർക്ക് നല്ല വാക്കുകൾ മതി, നല്ല പഞ്ചാര വാക്കുകളാണ് അവർക്ക് വേണ്ടത്. നിങ്ങൾ അവരെ കെട്ടിപ്പിടിച്ചിട്ടോ അവരെങ്ങനെ ചേർത്ത് പിടിക്കുമ്പോൾ കൈമാറ്റം. അവർക്ക് കൊടുക്കാനുള്ളത് നല്ല നല്ല വാക്കുകൾ. അവർക്ക് പേര് പോലും വിളിക്കാൻ ഇഷ്ടമല്ല. അവരുടെ പേര് എന്തെങ്കിലും മിശ്രിയാന്നാണെങ്കിൽ അവർക്ക് ഇഷ്ടം മിശ്രിയാന്ന് വിളിക്കണം, രജിസ്റ്ററിൽ പേര് എഴുതി വിളിക്കണ പോലെ, അക്ഷയയിൽ പേര് വിളിക്കണ പോലെ പേര് വിളിക്കാനില്ല, മിസുറോ എന്നൊക്കെ വിളിക്കുന്ന സ്നേഹവാക്കുകൾ കേൾക്കുമ്പോഴാണ് അവരുടെ ഹോർമോണുകൾ, അവരുടെ സ്നേഹത്തിൻ്റെ ആ ഒരു പ്രകടനം അവർക്ക് വരിക. അപ്പോൾ ഇതൊന്നും അറിയാതെ ഭാര്യയുടെ ടേസ്റ്റ് എന്താണെന്ന് അറിയാതെ ജീവിക്കുന്ന കുറേ ഭർത്താക്കന്മാരുണ്ട്. ഞാൻ കുറ്റപ്പെടുത്തില്ല.
ഒരു സ്ത്രീ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ടെങ്കിൽ ആ ഇറങ്ങി പോകുന്ന സ്ത്രീനെ കുറ്റപ്പെടുത്താനായിട്ട് 100,000 പേര് വരും. സ്ത്രീകളടക്കം ഇത്തരം സ്ത്രീകളെ കുറ്റപ്പെടുത്തും. കണ്ടില്ലേ, ഓൾ അങ്ങനെ ഇറങ്ങിപ്പോയത് കണ്ടില്ലേ. പക്ഷേ എന്തുകൊണ്ടാണ് അവർ നാട്ടുകാർക്കും വീട്ടുകാർക്കും സൊസൈറ്റിക്കും അംഗീകൃതമല്ലാത്ത ഒരാളെ കൂടെ ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം എത്തുന്നുണ്ടെങ്കിൽ 2 കാരണങ്ങളാണ് അതിനുണ്ടാവുക. ഒന്ന്, അവർക്കത്രയും അനീതി ബോധ്യപ്പെട്ട് രക്ഷപ്പെടുകയാണ് ഞങ്ങളെന്ന് തോന്നൽ. 2, വെറും ഒരു തോന്നിവാസം. ഈ രണ്ടാമത്തെ തോന്നിവാസം വളരെ റയറേ സംഭവിക്കുള്ളൂ. ഒന്ന്, ഇവർക്കൊന്നും സ്വന്തമായിട്ട് ജോലിയില്ല. ഇവർക്കൊരു ജോലി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവർ ആ ജോലിയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ സ്വന്തം കാലിൽ നിൽക്കണം എന്ന് ആഗ്രഹിച്ചിട്ട് പോകണവരാന്ന് വിചാരിക്കുക. അതൊന്നുമല്ല. ഒരാൾ ജീവിതം കൊടുക്കാന്ന് പറയുമ്പോൾ അപ്പുറത്തൊരാളുണ്ട്, ഓനക്ക് ഭാര്യയുണ്ട്, 3 മക്കളുണ്ട്, ഓൻ്റെ ഭാര്യ പ്രസവിച്ചെടുക്കാണെന്ന് അറിയണത്. എന്നിട്ട് ഓൻ ഇതൊക്കെ ഇട്ടെറിഞ്ഞിട്ട് ഈ പെണ്ണിനെ വിളിച്ച് പോകുമ്പോൾ ആ പെണ്ണിനെ പൂർണ്ണമായിട്ട് ഞാൻ കുറ്റപ്പെടുത്തില്ല. അവർ ഇതുപോലെയുള്ള ആണുങ്ങളുണ്ട്, കുറേ ആണുങ്ങൾ, അവർ എവിടെയെങ്കിലുമൊക്കെ ബന്ധങ്ങളും സൗഹൃദങ്ങളും ഉണ്ടാക്കും. എന്നിട്ട് ഹസ്ബൻഡിന് ഇപ്പോൾ പഴയ പോലെ ഇതൊന്നും ഇല്ലല്ലേ, ഓനക്ക് ഈ സ്വകാര്യ കാര്യങ്ങളൊക്കെ അറിയാം. എന്നിട്ട് അതിനനുസരിച്ചിട്ട് ഇങ്ങനെ കിടന്നിട്ട് അതിനെ ഇങ്ങനെ തിരിച്ച് ഇവൻ്റെ വലയിലാക്കും. എന്നിട്ട് പാവം സ്ത്രീകൾ ഈ വാക്കും കേട്ട് ഇറങ്ങിപ്പോകും. പക്ഷേ സൊസൈറ്റി മുഴുവനും കുറ്റപ്പെടുത്തുക, അശ്ലീലം, മറ്റത് മറിച്ചത്, അങ്ങനെ മുഴുവൻ പ്രാക്ക് മുഴുവൻ മാർക്കാണ് ആ സ്ത്രീക്കാണ്. ഒരു കാര്യം ഞാൻ പറയാം, ആ പോയ സ്ത്രീ അതുകൊണ്ട് സന്തോഷിക്കൊന്നുമില്ല. അവർക്കറിയാം അത് സന്തോഷമൊന്നും ഉണ്ടാവില്ല എന്നുള്ളത്. പക്ഷേ അവരാരോടോ വിരോധം തീർക്കാൻ പോകുക. ആ കുഞ്ഞിനെ അതിൻ്റെ വാപ്പാക്ക് കൊടുക്കാനാണ് നല്ലത്. ആ കുഞ്ഞിനെ അതിൻ്റെ വാപ്പാക്ക് കൊടുക്കുക. നിങ്ങൾ പ്രസവിച്ച ഒരാളൊക്കെ തന്നെ ആവാം, പക്ഷേ ആ കുഞ്ഞിൻ്റെ വാപ്പ നല്ലപോലെ നോക്കട്ടെ. പൊതുവെ സ്ത്രീകൾക്ക് കുടുംബത്തിൽ നിന്ന് ഒരു തരത്തിലുള്ള സന്തോഷമോ അല്ലെങ്കിൽ അവർക്ക് ജീവിക്കാനുള്ള അവരൊരു അടിമകളാക്കിയിട്ടോ അല്ലെങ്കിൽ അവർ വെറും പ്രസവിക്കാനുള്ള ഒരു ഉപകരണങ്ങൾ, ഭർത്താവിന് ചീത്ത പറയാനുള്ള ഒരു വസ്തു, ഭർത്താവിൻ്റെ ഇംഗിതങ്ങൾ തീർക്കാൻ പറ്റുന്ന ഒരു ഉപകരണം മാത്രമാക്കി കാണുന്ന നല്ലൊരു വിഭാഗം ആണുങ്ങളുണ്ട്. ഇപ്പോൾ എനിക്കടുത്തൊരു മൊയ്ലിയരെ ഭാര്യ വിളിച്ച് സങ്കടം പറയാണ്. ഈ മൊയ്ലിയർ കാണാൻ എന്താ പറയുക, നല്ല പേരും പെരുമയൊക്കെയുള്ള ഒരാളാണ്. ഇപ്പോൾ ഇയാളുടെ കുടുംബസ്വത്തുണ്ട്, ഇയാളുടെ ഉമ്മ മരിച്ചു, വാപ്പ മരിച്ചു, അങ്ങനെ കുടുംബസ്വത്ത് കിട്ടി, പെങ്ങന്മാർക്ക് കൊടുത്തു, മറ്റ് സഹോദരങ്ങൾക്ക് കൊടുത്തു, ഓരോരുത്തരുടെയും സ്വത്തുകളൊക്കെ വിഭജനം വെച്ച് കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു കല്യാണം കഴിഞ്ഞ പെൺകുട്ടിയുടെ സ്വർണ്ണാഭരണം ഉപയോഗിച്ചിട്ടാണ് അവർ ആ വീടൊക്കെ നിർമ്മിച്ചിട്ടുള്ളത്. അയാൾ നല്ലൊരു ജോലി നാട്ടിലുണ്ടെങ്കിലും ആ വീട് നിർമ്മിക്കാൻ പ്രധാനമായിട്ടും ആ ഒരു യുവതിയുടെ സ്വർണ്ണാഭരണങ്ങളും പിന്നെ പെണ്ണിൻ്റെ വാപ്പ കുറച്ച് കൊടുത്ത കാശൊക്കെ ഉണ്ട്. പക്ഷേ അദ്ദേഹം തനിക്ക് കിട്ടിയ ആ വീടുണ്ടാക്കി, അയാൾ നേരത്തെ സ്വന്തം പേരിൽ ഈ പറമ്പ് സ്വന്തം പേരിലാകുന്നതിന് മുൻപ് തന്നെ വീടൊക്കെ നിർമ്മിച്ചിരുന്നു. അങ്ങനെ ഈ വീട് ആധാരം രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഇയാൾ എന്താ ചെയ്തത്, ഇയാളുടെ പേരിൽ മാത്രമാക്കി അത് ചുരുക്കി, ഇയാളുടെ പേരിൽ മാത്രമേ എന്തുള്ളൂ ആ വീടുള്ളൂ. അപ്പോൾ ഈ പെണ്ണ് ചോദ്യം ചെയ്തു. ചോദ്യമല്ല, ഒരു അപേക്ഷ പോലെ പറഞ്ഞു, അല്ല എൻ്റെ സ്വർണ്ണം ഇതൊക്കെ എടുത്തിട്ടല്ലേ നിങ്ങളത് എടുത്തത്, അപ്പോൾ അതിൻ്റെയും കൂടി പേരിലാക്കണ്ടേ, അതല്ല അതിൻ്റെ ഒരു രീതി, ഇത് നിങ്ങളുടെ പേരിൽ മാത്രമല്ലേ ഉള്ളൂ. ഇത് പറഞ്ഞതോടുകൂടി ഇയാൾ തെറ്റി. ആ ഒരു സ്ത്രീ ചെയ്തൊരു തെറ്റായ ഒരു കാര്യമാണോ? ഒരു ഭർത്താവ് അയാളുടെ വീടും പുരയിടൊക്കെ ഭാര്യയുടെയും കൂടി സ്വർണ്ണം ഉപയോഗിച്ചിട്ട് ഭാര്യയുടെയും കൂടി ബെനിഫിറ്റ് ഉപയോഗിച്ചിട്ടാണ് വീടും പുരയിടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ആധാരം രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് അത് ആ ഭാര്യയുടെയും കൂടി പേരിലാക്കുന്നതുകൊണ്ട് എന്ത് പ്രശ്നമാണ് വെച്ചാൽ ആണുങ്ങളുടെ ധാരണ അങ്ങനെ ഭാര്യയുടെ പേരിലാക്കി കഴിഞ്ഞാൽ എന്തോ മലമറിക്കുന്ന സംഭവം ഉണ്ടാവണം. അത് പണ്ടത്തെ ഒരു വിശ്വാസമാണ്. ആ ഭാര്യയുടെ പങ്കുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, ആ ഭാര്യ വിശ്വാസം ഉണ്ടെങ്കിൽ അവളുടെ പേരിലും കൂടി ആക്കി കൊടുക്കണം. അതുകൊണ്ട് വലിയ പ്രയാസമുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങൾ പലരും നെഞ്ചത്ത് കൈവച്ച് ചോദിക്കാം, നിങ്ങളുടെ പ്രിയപ്പെട്ട സ്ത്രീകളെ നിങ്ങളുടെ സ്വർണ്ണം ഉപയോഗിച്ചിട്ടാണ് നിങ്ങളുടെ ഹസ്ബൻഡ് ഒരു വീട് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വീട് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ആ വീടും പുരയിടവും നിങ്ങളുടെയും കൂടി പേരിലാണോ? അതല്ല ഇപ്പോൾ നിങ്ങൾ പറയണം എൻ്റെ പേരിലൊന്നും ആക്കണ്ട എന്ന് പറഞ്ഞ് ഇഷ്ടപ്രകാരം വിട്ടുകൊടുത്തതാണ്. ചില ആണുങ്ങൾക്ക് ഇതിങ്ങനെ ചെയ്യുമ്പോൾ ഇതെന്തോ ഞാൻ ഈ ഭാര്യയുടെ അടിപ്പാവാട അലക്കാൻ പോകുന്ന ഒരാളാണ് അല്ലെങ്കിൽ മോശമാണ് എന്ന് കരുതുന്ന ആളുകളാണ് നമ്മുടെ ചുറ്റുമുള്ളത്. എന്തിനാണ് ഇപ്പം അങ്ങനെ ചിന്തിക്കുന്നത്? എന്തിനാണ്? ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറയുന്നു, മുസ്ലിം സമൂഹത്തിൽ നിന്നാണ് ഇത്തരം പോക്ക് കൂടുതൽ. ശരിയല്ലേ? അതിനൊരു വർഗീയമായിട്ട് മറ്റല്ല കണ്ടത്. ഇത്തരം പോക്ക് കൂടുതൽ എവിടെ നിന്നാണ്? മുസ്ലിം സമൂഹത്തിൽ നിന്നാണോ? നമ്മൾ തിരിച്ചറിയാം, എന്നിട്ട് അതിൽ നിന്ന് പരിഹാരം കാണാം. കുടുംബത്തിൽ ഒരു പുരുഷൻ ഒരു ഭാര്യനെ തൻ്റെ ഭാര്യ ഏത് ഇനമാണെന്ന് അല്ലെങ്കിൽ എന്താണ് അവരുടെ പ്രകൃതമെന്ന് തിരിച്ചറിഞ്ഞ് സ്നേഹിച്ചാൽ ഒരു പെണ്ണും നിങ്ങളെ വിട്ട് പോകില്ല. നിങ്ങളുടെ പണം ഒരു പ്രശ്നമല്ല, നിങ്ങളുടെ ആരോഗ്യം ഒരു പ്രശ്നമല്ല, നിങ്ങളുടെ സൗന്ദര്യം പ്രശ്നമല്ല. നിങ്ങൾ എന്ന വ്യക്തിയുടെ ബിഹേവിയറാണ് അവർ നോക്കുക, അവരുടെ പ്രകൃതം, നിങ്ങളുടെ പെരുമാറ്റം, അതിനാണ് പ്രാധാന്യം. നിങ്ങൾ വിട്ട് കഴിഞ്ഞ് പോകില്ല. അപ്പോൾ ഞാൻ പറയുമ്പോൾ ആ സാഹചര്യത്തിലേക്ക് എന്ന സാഹചര്യം ഉണ്ടാക്കിയ ആണുങ്ങളുണ്ടല്ലോ, അവരും കൂടി ഇതിൻ്റെ ഉത്തരവാദികളാണ്. എനിക്ക് ചേട്ടൻ്റെ അടുത്ത് പറയാനുള്ളത്, ഏതെങ്കിലും ഒരു വള്ളത്തിൽ ചവിട്ടിക്കുക, 2-4 വള്ളത്തിൽ ചവിട്ടിക്കഴിഞ്ഞാൽ കീറിപ്പോവും. എൻ്റെ പൊന്നേട്ട, ഞാനുള്ള കാര്യം പറയാം. ഇപ്പോൾ ചേട്ടൻ പറയുന്ന കുറേ കാര്യങ്ങൾ കറക്റ്റാണ്, കുറേ കാര്യങ്ങൾ കറക്റ്റാണ്, 100% കറക്റ്റാണ്. ഒരു ഭാര്യയ്ക്ക് കൊടുക്കേണ്ട കെയർ, ഇതെല്ലാം കറക്റ്റാണ്. പക്ഷേ ഈ കേസിൽ അണ്ണൻ എങ്ങനെ ഇതിനെ കൊണ്ട് ചേർത്ത് വെച്ചെന്ന് എനിക്ക് പിടികിട്ടുന്നില്ല. ഞാൻ ഉള്ള കാര്യം പറയാം. പ്രത്യേകിച്ച് അവന് വേറെ ഭാര്യയും മക്കളും ഉണ്ട്. അതിൽ ആ ഭാര്യ പ്രസവിച്ച് കിടക്കുന്നു എന്നാണ് പറഞ്ഞത്. അതടക്കം ഈ കടയാടി മോക്കറിയാമല്ലോ. പിന്നെ ഒരു കുടുംബവും കൂടി തകർത്തുകൊണ്ട് ഇവളെ സുഖവും ഇവളെ മറ്റേ തരിപ്പും തീർക്കാനായിട്ട് ഇവളെ എന്നാത്തിന് പോയി. ഞാൻ അവനെ ന്യായീകരിക്കില്ല, അവൻ വെറും തന്തയില്ലാത്തവനാ. ഓക്കെ, 2 കുടുംബം തകർത്തവനാ, ഇവളും അതുപോലെ. ഓക്കെ, അതുകൊണ്ട് 2ഉം കണക്കാം, 2നെയും പറയണം. ഓക്കെ, അല്ലാണ്ട് ഇവളെ ന്യായീകരിക്കണോ? പെണ്ണിന് കിട്ടേണ്ട സുഖം കയറിയേട്ടായി, അയ്യോ ഡോ, ഈ ഒരു സെറ്റപ്പിൽ സംസാരിക്കേണ്ട കാര്യമില്ല. 2ഉം കണക്കാ. തെറ്റ് ചെയ്തിട്ടുള്ളവരെ പറയണം. അല്ലാണ്ട് ഇവളെയൊക്കെ എടുത്ത് വെച്ചിട്ട് അവൾക്ക് കിട്ടേണ്ട കെയർ കിട്ടിയില്ല. ഇവക്കൊക്കെ വേണ്ടിയിട്ട് ആണ് ഭർത്താവ് അന്യനാട്ടിൽ പോയി കിടന്ന് കഷ്ടപ്പെടുന്ന, പട്ടിയെ പോലെ പണിയെടുക്കുന്ന. എന്നിട്ട് ന്യായീകരണം വേറെ. സൂപ്പർ ആടെയും പോളി. കാടയാടി മക്കള് പച്ചത്തെറി തായും പോയിലും കുറഞ്ഞ് വിളിക്കാനൊന്നുമില്ല. എന്നിട്ട് ന്യായീകരിക്കണം. ഇത് തന്നെ കുറേ എണ്ണം എവിടെയൊക്കെ കയറിയിട്ട് ന്യായീകരിക്കുന്നുണ്ട്. അത് അങ്ങനെ ആവാം, ഇങ്ങനെ ആവാം. എന്ത് മാങ്ങാ തൊലി. ഇതുപോലെ പോകുന്നവന്മാരുമാണ് ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത്. ഞാൻ അതേ പറയത്തുള്ളൂ. പിന്നെ അല്ലാണ്ട് കുടുംബജീവിതങ്ങളെ തുടങ്ങി കഴിഞ്ഞാൽ കുടുംബത്തിന് വേണ്ടി ജീവിക്കുക. ഓക്കെ,
എന്നിട്ട് നമ്മുടെ സ്വപ്നങ്ങളെല്ലാം മറ്റേ മുക്കിക്കളയണമെന്നല്ല. അവിടെ കുറേ എത്തിക്സ് ഉണ്ട്. നിങ്ങൾക്ക് ഒന്നിച്ചു പോകാൻ പറ്റിയില്ലെങ്കിൽ നിയമപരമായിട്ട് വേർപിരിയാം. അല്ലാതെ കുടുംബം മൊത്തം നാറ്റിച്ചുകൊണ്ട് നാറാണത്തായിക്കൊണ്ട് കൊച്ചിനെ എടുത്തുകൊണ്ട് വല്ലവൻ്റെയും കൂടെ പോവുകയല്ല ചെയ്യേണ്ടത്. ഓക്കെ, സ്വന്തം കുടുംബം നോക്കാത്ത ഒരു നാറി, അതും ഭാര്യ പ്രസവിച്ച് കിടക്കുകയാണ്. ഓക്കെ, ആ ഒരു അവസ്ഥയിൽ അവനടുത്ത് നിന്നെ കൊണ്ടുപോയിട്ട് എത്രത്തോളം നോക്കുന്നു എന്നങ്ങ് ചിന്തിച്ചാൽ മതി. ഒന്ന് ചിന്തിച്ചാൽ മതി. സ്വന്തം ഭാര്യയെ തിരിഞ്ഞു നോക്കാത്ത, അല്ലെങ്കിൽ സ്വന്തം ഭാര്യ പ്രസവിച്ച് കിടക്കുന്ന സ്വന്തം മക്കളെ തിരിഞ്ഞു നോക്കാത്ത ആ കടയാടിയുടെ കൂടെ പോകുമ്പോൾ അവൻ എത്ര ദിവസം നിന്നെ നോക്കും? അവന് നിന്റെ എല്ലാം ഉപയോഗിച്ച് കഴിഞ്ഞ് കുറേ ദിവസം കഴിയുമ്പോൾ അങ്ങ് മടുക്കും. അപ്പം എടുത്ത് എറിയും കറിവേപ്പില പോലെ. അത്രയ്ക്കേ ഉള്ളൂ നീ. അന്ന് നീയൊക്കെ പട്ടിക്കും. പിന്നെ നിന്നെപ്പോലത്തെ ഒരു കടയാടി വേറെ ഇല്ല. കൂടുതലായിട്ട് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കില്ല. നിന്നെയൊക്കെ ന്യായീകരിച്ച് ഓരോന്ന് വരുന്നത് കാണുമ്പോഴാണ് എനിക്ക് ചിരി വരുന്നത്, അതിനേക്കാളും കോമഡി. അപ്പോൾ ശരി, നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താക്കോല്ലേ. പുതിയൊരു വീഡിയോ കാണാം.